ഹലോ ഗായ്സ്, അപ്പോൾ എപ്പോഴും നോക്കിയാലും ഇപ്പോൾ ഗീവ് അവേ ആണല്ലേ. അപ്പോൾ ഞാനും വിചാരിച്ചു വന്നാൽ ഞാനും ഒരു ഗീവ് അവേ കൊടുക്കാന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൂൾസും കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ നമ്മളെങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കമൻറ്റുകൾ നമുക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് കമൻറ്റുകളൊക്കെ വളരെ കുറവാണ്. അപ്പം നമുക്ക് വരുന്ന കമൻറ്റിൽ ഏറ്റവും നല്ല കമൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല കമൻറ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ ലൈക്ക് ഉണ്ടായിരിക്കുക. ആ കമൻറ്റർക്കായിരിക്കും നമ്മൾ ഗിവ് അവേ കൊടുക്കുക. പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം എന്ന് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ വലുതൊന്നും പറയരുത്. ഇപ്പം നമ്മളെ കൊണ്ട് പറ്റാവുന്ന അതായത് 2000-3000 അറൗണ്ടിൽ നിങ്ങൾ ഏതെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ആ സജസ്റ്റ് ചെയ്യണേൽ അതിലേറ്റവും കൂടുതൽ കമൻറ്റ് ഏത് കമൻറ്റിനാണ് ആൾക്കാർ പ്രോത്സാഹനം കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗിവ് അവേ ആയിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ഗിഫ്റ്റ് നമ്മൾ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗിവ് അവേ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ബുധനാഴ്ചക്കുള്ളിലായിരിക്കും നമ്മൾ എന്ത് ഗിഫ്റ്റാണ് എന്നുള്ളത്. അതുവരെ ഒന്നാമത് എൻ്റെ വീഡിയോസിന് കാരണം വളരെ കുറവ് കമൻറ്റേ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന കമൻറ്റിൽ ആ ഗിഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഗിവ് അവേ വിന്നർക്ക് കൊടുക്കാൻ പോവുക. അതിനുശേഷം നമ്മൾ വേറൊരു വീഡിയോ ചെയ്യും, അതായത് ഗിവ് അവേയുടെ വീഡിയോ ചെയ്യും. കാരണം ഗിഫ്റ്റ് വാങ്ങിയതിന് ശേഷം എന്നിട്ട് നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.